ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂലൈ മാസ ഫലമാണ്. അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശ്യാധിപൻ ബലവാനായിട്ട് നിൽക്കുന്നു. കൂടാതെ ഭാഗ്യാധിപനായ ശുക്രനും 9ാം ഭാവാധിപനായ ശനി തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലും ബലവാനായിട്ട് നിൽക്കുന്ന ഒരു മാസമാണ്. ആയതിനാൽ അത്യപൂർവമായ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ ഈ നക്ഷത്രക്കാരെ തേടി എത്തുന്ന ഒരു മാസമാണ്. സർവേശ്വരകാരകനായ വ്യാഴം 12ാം ഇടത്ത് ഗോചരാൽ സഞ്ചരിക്കുന്നു. ഞാൻ ഈ പറയുന്നത് ഗോചര ഫലങ്ങളാണ്. ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാൻ, അതായത് ജാതകം നോക്കുന്നതിനും പ്രശ്നം നോക്കുന്നതിനും നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ കുടുംബകാര്യങ്ങൾ, ഗൃഹം, അത് ഗൃഹത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സഹോദരങ്ങൾ തമ്മിലായാലും മാതാപിതാക്കൾ തമ്മിലായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. കൂടാതെ വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു മാസമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, ഡ്രൈവിംഗ് ജോലികൾ, അസമയത്ത് ഉറക്കം അടച്ചൊക്കെ ഡ്രൈവിംഗ് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത്യപൂർവമായ ശ്രദ്ധ ആവശ്യമാണ്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും. കുടുംബജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. തൊഴിൽപരമായ വിജയങ്ങളും വന്നു ചേരും. അതായത് അധികാരത്തിൻ്റെ ഗ്രഹം തന്നാൽ ഭരിക്കപ്പെടുന്ന ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ഈ മാസം തൊഴിൽ പുരോഗതികൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗവുമുണ്ട്. ശനി പ്രബലനാകയാൽ സേവന സന്നദ്ധരായിരിക്കുന്ന ഒരു സമയങ്ങളാണ് ഇപ്പോൾ. കാര്യഗ്രഹണ പാടവത്തോടുകൂടി ഒരു തൊഴിൽ, അതെന്ത് തൊഴിലുമാകട്ടെ, നല്ല പൊസിഷനുള്ള തൊഴിലുകളും, അതല്ല ഇനി ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർ, ഒരു ഹോം നേഴ്സായാലും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കായാലും അവരവരുടെ തൊഴിലിൽ കാര്യക്ഷമതയോടുകൂടി ശ്രദ്ധിക്കുവാനും, ഓഫീസേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഭരണ നയതന്ത്രം കാഴ്ചവെച്ച് മേലധികാരികളുടെയും കീഴ് ജീവനക്കാരെയും ഒക്കെ സംരക്ഷിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അത് സൈനിക വിഭാഗത്തിലും അർദ്ധ സൈനിക വിഭാഗത്തിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും. വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. സമാധാനം നിലനിർത്തുവാനായിട്ട് സാധിക്കും. ധനം കയ്യിൽ കൊണ്ടു നടക്കുന്നതും മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. കള്ളന്മാരിൽ നിന്ന്, ചില ദുഷ്ട ലക്ഷ്യക്കാരിൽ നിന്നും, ദുഷ്ടബുദ്ധികളിൽ നിന്നും ചില ദോഷങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. അതായത് ഭയം ഉണ്ടാകുവാൻ സൂചനയുള്ള മാസമാണ്. ആയതിനാൽ വിഷവസ്തുക്കൾ, അതായത് ഭക്ഷണത്തിൽ വിഷം കലരുകയോ പഴകിയ മെഡിസിനൊക്കെ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായ ചില പ്രശ്നങ്ങളും സൂചകമാണ്. വീട്ടമ്മമാരായിരിക്കുന്നവർക്കും നല്ല ഒരു മാസം. ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ, നല്ല ആഭരണങ്ങൾ വന്നു ചേരുന്നതിനും വസ്ത്രങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. ബന്ധുക്കളെ ഓർത്ത് ചില സമയങ്ങളിലെങ്കിലും മനസ്സ് ഒന്ന് ദുഃഖിക്കുക അല്ലെങ്കിൽ ക്ലേശിക്കേണ്ട ഒരു
സമയവും കൂടിയാണ്. നല്ല നല്ല ഭക്ഷണപാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ കിട്ടുന്ന ഒരു സന്ദർഭമാണ്. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ശനി 9-ാം ഇടത്ത് നിൽക്കുന്ന സമയം, അത് ഇന്നെന്നുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യുക. നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. അത് ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രധാന കാര്യമാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ലഹരി പദാർത്ഥങ്ങൾ. അത് യുവാക്കളായാലും മധ്യവയസ്കരായാലും ഒക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. അതും അതീവ ശ്രദ്ധയിൽ ജാഗ്രതയോടുകൂടി പാലിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഐശ്വര്യപ്രദമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.